സുലാൻ്റെ ഞാൻ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. സുലും റൂബിയും ഒക്കെ റൂബിയുടെ വീട്ടിലാട്ടോ. ഇവിടെ മീൻ മുളകിടുക അത്ര എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നു. അത് കുറച്ച് 3 തക്കാളി, 1 ഉള്ളി, മുളകിട്ടു. ഇനി എന്താണ് കരിവേപ്പില ഇട്ടു, മല്ലിയില ഇട്ടു, 1 ചെറിയ ഉള്ളി. ഇതെല്ലാം അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്താ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, 1/4 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി സുലാൻ്റെ പുളി പിഴിഞ്ഞൊഴിക്കാൻ പോകുന്നുണ്ട്. ഇതാട്ടോ വാളംപുളിയാണേ. മറ്റേ വേറെന്തൊരു പുളിയാന്ന് വെച്ച് അതല്ല കേട്ടോ, അതങ്ങനെ വാളംപുളിയാണ്. അത് പിഴിഞ്ഞൊഴിച്ചു. ഇതാട്ടോ ചോദിച്ചാൽ അതിനെ ഞെവിടുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും അറിയില്ലേ. ഇതാ ഞെവിട്ട് ഞാൻ വെക്കാറില്ല, ചേച്ചിയാണ് വെക്കണത്. ഞെവിടി. അപ്പം കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യലാണല്ലോ മീൻ മുളകിട്ടത്, അതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഒന്ന് വീഡിയോ ഇടാൻ വെച്ചു. ഇട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് ഞെവടി. ഇതാട്ടോ സുലാൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുമ്പോഴാണോ ചേച്ചി മീൻ ഇടണ്ട? അത് തിളയ്ക്കുമ്പോഴാണ് അത്ര മീൻ നല്ലോണം തിളച്ച് വരണം അത്രേ. അപ്പോൾ അത് തിളച്ചിക്കട്ടെ അത്. ഇതാട്ടോ നമ്മുടെ മീൻ മുളകിട്ടതിൻ്റെ കറി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് അത്ര സുലാൻ്റെ മീൻ അതിലേക്ക് ചേർത്താൻ പോവുകയാണ്. ആഗോലിയാണ് അത്ര കേട്ടോ. ആഗോലി മീനാണ് ഇത്. സ്പെഷ്യലാണ്. സുലാൻ്റെ എന്താണ് മീൻ മുളകിട്ടത് സ്പെഷ്യലിസ്റ്റാണ്. എല്ലാവർക്കും ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആഗോലി മീൻ, നെയ്മീൻ അല്ലെങ്കിൽ ആഗോലി എന്ന് പറയും നെയ്മീനിന്. എന്തായാലും ചോദിച്ചേ വറവിടും. എന്തൊക്കെയുണ്ട് അതിൽ? ഉള്ളിയോ? ഇതായിട്ട് വറവിടാൻ പോവാണ്. പിന്നെ വെളിച്ചെണ്ണ ചൂടായി ചെറിയ ഉള്ളില്ലേ, അത് ചെറിയ ഇതിൽ വറുത്തിടുകയാണ് കേട്ടോ. ചെറിയ പീസായിട്ട് വറുത്തിടുന്നു. റൂബിയില്ലേ നൈറ്റ് ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വരാത്തത്. കോയെങ്കിലും സുലാൻ്റെയും കൂടെ കടുത്ത പ്രയത്നത്തിലാണ്. അല്ലേച്ചി റെഡിയായി? അല്ലേച്ച കാണിക്കണ്ടേ? കാണിക്കൂ. അതാവുമ്പോൾ ഫിഷ് മുളകിട്ട്, ഫിഷ് മുളകിട്ട് ദാദാ വറുത്തിടാൻ പോണു. ഇതാ വറുത്തു. ഇനി അതായത് ഇടുന്നു. അപ്പോൾ നമ്മളെ മുളകിട്ടത് റെഡി. ഈ വയറ്റിയത് കൂടെ അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഇതാണ് അടിപൊളി അല്ലേ. റെഡി ആയിട്ടുണ്ട് മീൻ. കോയങ്ങൾ ടേസ്റ്റ് നോക്കാൻ പോകുന്നുണ്ട്. കോയങ്ങളെല്ലാം റെഡി ആയി നോക്കൂ. ഉപ്പും മുളകും ഒക്കെ റെഡി. ആവശ്യമില്ല, ഞങ്ങൾ ഇട്ട് കഴിഞ്ഞത് ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. അതന്നെ അങ്ങനെ ആക്കേണ്ടതെന്ന് ഒക്കെ കറക്റ്റ് ആയിരിക്കുന്ന പറയണം. ഇവരെ സ്പെഷ്യലിസ്റ്റ് ആണ് ഇവര് രണ്ടുപേരും. ആഗോലി മുളകിട്ടത് റെഡിയായി. നമുക്ക് എല്ലാവരും കാണണം കേട്ടോ. ഇത് ഈ വീഡിയോ സ്പെഷ്യലാണിത്, എന്തായാലും കാണാതിരിക്കരുത്. ആദ്യമായിട്ട് ഞങ്ങളുടെ ശ്യാമളാസ് കിച്ചൻ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇതാ ഞങ്ങളുടെ കോയങ്ങളിൽ നന്നായി കണ്ടോള്. നമ്മൾ കോഴിക്കോട് ഞാൻ ഉണ്ടാക്കാറില്ലല്ലോ നമ്മൾ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് ഇട്ട് റൂബിയായിട്ട് ഇതാണ്